ഇന്നലെ ഇതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിരുന്നു. അതുകൊണ്ടൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാനൊരു ഉരുളി എടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് ഒരു 200 ഗ്രാം ബട്ടറിൻ്റെ ഒരു പകുതിയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അതൊന്ന് മെൽട്ടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ചെറിയ സവാള കട്ടി കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഉണക്ക നാരങ്ങ, പിന്നെ ബേ ലീഫൊക്കെ ഉണ്ടല്ലോ, എല്ലാം കുറച്ച് അതുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പട്ട, ഗ്രാമ്പൂ ഒക്കെ ഇടുന്നതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ജീരകം കൂടി ഇടാൻ മറന്നു പോകരുത്. പിന്നെ ഇടുന്ന ഒരു സ്പെഷ്യൽ മസാലയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മൾ കുറച്ച് അധികം ഏകദേശം ഒരു 1/2 കപ്പോളം കുരുമുളക് എടുക്കുക. ഉണങ്ങിയ കുരുമുളക് അത് മിക്സിയിലിട്ട് കൊടുക്കുക. പിന്നെ ഒരു 10 വറ്റൽ മുളക് അത് മിക്സിയിലിട്ട് കൊടുക്കുക കഴുകിയിട്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിയിലയും. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് ഒതുക്കിയെടുക്കുക. അതിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂൺ മസാല എടുത്തിട്ട് നമ്മൾ ഉരുളിയിലിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മന്തിക്ക് പൊതുവെ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള ഇതിലാണ് വെള്ളം എടുക്കുക. വെള്ളം ആദ്യം തിളപ്പിച്ച് വെച്ചതാണ്. പിന്നെ നമ്മൾ അരി 2 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കഴുകിയിട്ട് കുതിർത്ത് വെച്ചതുമാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ ഒരു പീസ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരി കഴുകിയിട്ട് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക. പിന്നെ ഇതിനു വേണ്ടി ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ നമ്മൾ മിക്സിയിൽ ഉണ്ടാക്കി വെച്ച മസാലയും അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും മാത്രമാണ് നമ്മൾ ചിക്കനിൽ ചേർക്കുന്നത്. നന്നായിട്ട് മസാല തേച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അതിന് ശേഷം ഒരു ഫ്രൈ പാനിൽ ബട്ടർ മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മന്തി ഏകദേശം വെന്ത് വരുന്ന സമയത്ത് മന്തിയിൽ ചേർത്ത് കൊടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.